ഇന്ത്യയുടെ മുഖ്യ ഭൂപ്രദേശത്ത് നിന്നും ഏകദേശം 1200 കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപു സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നറിയപ്പെടുന്നത്. ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. വെറും 8249 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപു സമൂഹം ഇന്ത്യ ചരിത്രത്തിലും രാജ്യരക്ഷാ ഭൂപടത്തിലും ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം മായാതെ കിടക്കുന്ന ഇവിടം ചരിത്രാന്വേഷികൾക്കും ശിലായുഗവാസികൾ ഇന്നും വസിക്കുന്നതുകൊണ്ട് നരവംശാസ്ത്രജ്ഞർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നു. വിനോദസഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഈ സ്ഥലം. ആദിവാസികൾ ഒഴിച്ച് ഇവിടെ താമസിക്കുന്നവരെല്ലാം തന്നെ ഇന്ത്യയിലെ വിവിധ ദേശങ്ങളിൽ നിന്നും കുടിയേറിയവരാണ്. ഇന്ത്യയുടെ ഒരു ചെറിയ പതിപ്പാണ് ദ്വീപുകൾ. മലയാളിയും തമിഴനും ബംഗാളിയും ഇവിടെ ഒന്നിച്ചു കഴിയുന്നു. സിഖും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയുമെല്ലാം കൈകോർത്ത് താമസിക്കുന്നു. മെയ് 6-ാം തീയതി ഞാനും വൈഫും കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ വഴി ആൻഡമാനിലേക്ക് പുറപ്പെട്ടു. ബാംഗ്ലൂരിലേക്ക് 45 മിനിറ്റും ബാംഗ്ലൂരിൽ നിന്ന് ആൻഡമാനിലേക്ക് 2.5 മണിക്കൂറും എടുത്തു. മകളും മരുമകനും മെയ് 4-ാം തീയതി ആൻഡമാനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആൻഡമാൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ ഉച്ചയ്ക്ക് 1:30 എത്തി. എയർപോർട്ടിൽ നിന്ന് 1/2 മണിക്കൂർ ദൂരമാണ് ഞങ്ങൾ താമസിക്കുന്ന കോർബിൻസ് കോവ് ഹോട്ടലിലേക്ക് വേണ്ടി വന്നത്. സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഇന്ത്യക്കാരെ തടവിൽ പാർപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച സ്ഥലമാണ് ദ്വീപുകൾ. തടവുകാരുടെ ചോര വീണു കറുത്തതിനാലാണ് കാലാപാനി എന്ന പേര് ലഭിച്ചത്. ആൻഡമാൻ എന്നും നിക്കോബാർ എന്നുമുള്ള 2 ദ്വീപ് സമൂഹങ്ങളാണ് ഇവിടെയുള്ളത്. വടക്ക് ഭാഗത്തുള്ള ആൻഡമാൻ ദ്വീപ് സമൂഹത്തിൽ 204 വ്യത്യസ്ത ദ്വീപുകളാണ് ഉള്ളത്. ആൻഡമാനിലെ മിക്ക ദ്വീപുകളും കൊടുങ്കാടുകളാണ്. തെക്കുഭാഗത്തെ ദ്വീപ് സമൂഹമായ നിക്കോബാർ ദ്വീപുകൾ 19 ദ്വീപുകളുടെ സമൂഹമാണ്. 1869 വാണിജ്യപാതയുടെ സംരക്ഷണത്തിനായി ബ്രിട്ടീഷുകാർ ഈ ദ്വീപുകൾ പിടിച്ചെടുത്തു. പിന്നീട് 1857 നടന്ന 1-ാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ചാണ് ആൻഡമാൻ ദ്വീപിനെ ബ്രിട്ടീഷുകാർ ഓർത്തെടുത്തത്. ശിപ്പായി ലഹള എന്നവർ പേരിട്ട സമരത്തിൽ പങ്കാളികളായ 1000-ലധികം പേരെ നാടുകടത്താൻ ദ്വീപ് തിരഞ്ഞെടുത്തു. 7-ാം തീയതി രാവിലെ ഞങ്ങൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവ്ലോക്ക് ഐലൻഡിലേക്ക് പുറപ്പെട്ടു. ഈ ദ്വീപ് പോർട്ട് ബ്ലെയർ എന്ന ആൻഡമാൻ്റെ തലസ്ഥാനത്തിന് വടക്ക് കിഴക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഹാവ്ലോക്ക് എത്താൻ 2 മണിക്കൂറിൽ താഴെ എടുത്തു. പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സമ്പന്നമായ ചരിത്രത്തിൻ്റെയും ലോകത്ത് മറ്റെവിടെയും കാണാത്തത്ര വൈവിധ്യമാർന്ന സമുദ്രജീവികളുടെയും പറുദീസയാണ് ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം. അവധിക്കാല യാത്രകൾക്ക് വേണ്ട ചേരുവകളെല്ലാം ചേർന്നൊരു സുന്ദര ലോകമാണ് ഇവിടെ. വൈറ്റ് കോറൽ ബീച്ച് റിസോർട്ടിലാണ് ഞങ്ങൾ റൂം എടുത്തിരുന്നത്. കടലിനോട് ചേർന്നുള്ള ഒരു റിസോർട്ടായിരുന്നു അത്. റൂമിൽ ലഗേജ് എല്ലാം വെച്ചതിന് ശേഷം എലഫന്റ് ബീച്ചിലേക്ക് പോയി. ബോട്ടിലായിരുന്നു യാത്ര. അവിടെ ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. സ്നോർക്ലിംഗ്, സബ്മറൈൻ റൈഡ്, പാരാഗ്ലൈഡിംഗ്, സീ വാക്ക് എന്നിവയിലെല്ലാം ഞങ്ങൾ പങ്കെടുത്തു. ഇതുകൂടാതെ സ്കൂബ ഡൈവിംഗ് തുടങ്ങി ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു.
ബീച്ചിൽ നിന്ന് തിരിച്ച് റൂമിലെത്തി ഫ്രഷായതിനു ശേഷം വൈകിട്ട് രാധാനഗർ ബീച്ചിലേക്ക് പോയി. ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നാണ് രാധാനഗർ ബീച്ച്. എട്ടാം തീയതി രാവിലെ ഹാവ്ലോക്ക് ഐലൻഡിൽ നിന്നും തിരിച്ച് പോർട്ട് ബ്ലെയറിലേക്ക് പോന്നു. ഉച്ചയോടുകൂടി ഞങ്ങൾ സെല്ലുലാർ ജയിൽ കാണാൻ പോയി. തടവുകാരുടെ എണ്ണം കൂടിയപ്പോൾ അവരെ പാർപ്പിക്കാൻ പോർട്ട് ബ്ലെയറിൽ ഒരു തടവറ പണിയാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. തടവുകാർ തന്നെ തങ്ങളെ പാർപ്പിക്കുവാനുള്ള ജയിൽ പണിതു. 1896 അത് പൂർത്തിയായത്. തടവുകാർക്ക് ഇവിടെ യാതനകൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. ലോകത്ത് ഒരു ദൈവമേ ഉള്ളൂ, അദ്ദേഹം സ്വർഗത്തിലാണ് താമസിക്കുന്നത്. എന്നാൽ ഇവിടെ 2 ദൈവങ്ങളുണ്ട്. ഒന്ന് സ്വർഗത്തിലെ ദൈവം, പിന്നെ ഞാനും. പുതിയ തടവുകാരെ ചീഫ് വാർഡൻ ഭാര്യ സ്വീകരിക്കുന്നത് ഇങ്ങനെയായിരുന്നത്രേ. ആൻഡമാനിലെ ക്രൂരതകൾ ബ്രിട്ടീഷ് മേലധികാരികളുടെ ഉറക്കം കെടുത്തി. ഒടുവിൽ 1937 സെപ്റ്റംബറിൽ ദ്വീപിലെ തടങ്കൽ പാളയങ്ങൾ നിർത്തലാക്കപ്പെട്ടു. തടവുകാരെ വൻകരയിലെ ജയിലുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് ജയിൽ ഒരു ദേശീയ സ്മാരകമാണ്. ഒരു തീർത്ഥാടനം പോലെ അനേകായിരങ്ങൾ ഇന്നിവിടെ എത്തുന്നു. 9-ാം തീയതി രാവിലെ ഞങ്ങൾ ജോളി ബോയ് ഐലൻഡിലേക്കാണ് പോയത്. വണ്ടൂർ ബീച്ചിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട്. 1 മണിക്കൂറോളം ബോട്ടിൽ യാത്ര ചെയ്യണം ജോളി ബോയ് ഐലൻഡിലേക്ക്. ജോളി ബോയ് ഐലൻഡ് സൗത്ത് ആൻഡമാനിലെ വളരെ ചെറിയൊരു ദ്വീപാണ്. മാത്രമല്ല ആൻഡമാൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ കൂടിയാണത്. മറ്റൊരു പ്രത്യേകത, വ്യത്യസ്ത തരത്തിലുള്ള കോറൽസ് നമുക്കവിടെ കാണാൻ കഴിയും. പോർട്ട് ബ്ലെയറിൽ നിന്ന് 3/4 കിലോമീറ്റർ കടലിലൂടെ യാത്ര ചെയ്തു വേണം ചരിത്രപ്രസിദ്ധമായ റോസ് ഐലൻഡിൽ എത്തിച്ചേരാൻ. 1 നൂറ്റാണ്ടോളം ആൻഡമാനിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു ഇവിടം. ഇവിടെ ഒരു ഡീർ പാർക്കും പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും സമ്പന്നമായ ചരിത്രത്തിൻ്റെയും ലോകത്ത് മറ്റെവിടെയും കാണാത്ത വൈവിധ്യമാർന്ന സമുദ്രജീവികളുടെയും പർദീസയാണ് ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം. അവധിക്കാല യാത്രകൾക്ക് വേണ്ട ചേരുവകളെല്ലാം ചേർന്നൊരു സുന്ദര ലോകമാണ് ഇവിടെ. മെയ് 10 ഉച്ചയ്ക്ക് 2:30 ഫ്ലൈറ്റിന് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക്.